കുറുക്കന്റെ സാമർഥ്യം. ഒരു കുറുക്കൻ തീറ്റ തേടി ഇറങ്ങിയതാണ്. അബദ്ധത്തിൽ കിണറ്റിൽ വീണു. കരയ്ക്ക് കയറാൻ പഠിച്ച പണി 18 കുറുക്കൻ നോക്കി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. കുറുക്കൻ അതിൽ കിടന്ന് പല ശബ്ദങ്ങളും ഉണ്ടാക്കി. ആരെങ്കിലും അത് കേട്ട് വന്നെത്തിയെങ്കിലോ? അപ്പോഴാണ് അതുവഴി വന്ന ഒരാട് കിണറ്റിലെ ശബ്ദം കേട്ട് എത്തി നോക്കിയത്. ഇത് നമ്മുടെ കുറുക്കച്ചാരല്ലേ? എന്താ കുറുക്കച്ചാര ഈ കിണറ്റിൽ വന്ന് കിടക്കുന്നത്? ആട് കുറുക്കനോട് ചോദിച്ചു. കുറുക്കൻ പറഞ്ഞു, അല്ല, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്താണ് വിശേഷം? ആടിന് ജിജ്ഞാസയായി. ഇതിലെ വെള്ളം വളരെ വിശേഷമാണെന്ന്. ഞാനത് അറിഞ്ഞാണ് വന്നത്. കുടിച്ചു നോക്കിയപ്പോഴല്ലേ അറിയുന്നത്. എന്ത് രസം! കുറുക്കൻ ആടിന്റെ മുന്നിൽ കൗശലത്തോടെ പെരുമാറി. എനിക്കും കുടിക്കണം ഇതിലെ വെള്ളം. എനിക്കും വേണം കുറുക്കച്ചാരെ. ആടിന് വെള്ളം കുടിച്ചേ തീരൂ. അതിന് ധൃതിയായി. അതിനെന്താ, ഇങ്ങോട്ട് ചാടിക്കോളും. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. നല്ല സ്വാദാണ്. ഇനി ഇതിലധികമില്ല. പലരും ഇറങ്ങി കുടിച്ചു പറ്റിച്ചിരിക്കുന്നു. ആട് പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. കിണറ്റിലേക്ക് ഒറ്റ ചാട്ടം. ആട് കിണറ്റിലെത്തിയതും കുറുക്കൻ ആടിന്റെ പുറത്തു കയറി കിണറ്റിന് പുറത്തേക്ക് ചാടിക്കടന്നു. അവിടം വിടും മുമ്പ് കുറുക്കൻ ആടിനോടായി പറഞ്ഞു, നീ അവിടെ കിടന്നു, ധാരാളം വെള്ളവും കുടിച്ചോ. ആട് കിണറ്റിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ചാടിക്കയറി ഓരോന്ന് ചെയ്താൽ ഇങ്ങനെയിരിക്കും.